ഹായ്, ജാനി വിത്ത് ഓലിപ്പറമ്പൻ എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനുള്ളത് നമ്മുടെ ഗോറിയുടെ സൂപ്പർ വാല്യൂവിന്റെ തൊട്ടടുത്ത റൗണ്ട് ബോട്ടിനടുത്താണ്. ഇന്ന് നമ്മൾ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഒരു സൂപ്പർ ഒരു ആർട്ട് ഗാലറിയാണ്. ഈ ഒരു ഫേമസ് ആയിട്ടുള്ള ഓവൻ ഓ കോർണർ എന്ന് പറയുന്ന ഒരു ആർട്ടിസ്റ്റിന്റെ ഒരു ആർട്ട് ഗാലറി. ഇത് ഈ അയർലൻഡിൽ ഈ ഒരു ഗോറിയിൽ മാത്രമേ ഉള്ളൂ ഈ ഒരു ആർട്ട് ഗാലറി. ഇദ്ദേഹത്തിന്റെ ഒരു ആർട്ട് ഗാലറി ഓവൻ ഓ കോർണർ എന്നാണ് ഇദ്ദേഹത്തിന്റെ പേര്. ഇദ്ദേഹം പേറ്റന്റ് എടുത്തിട്ടുള്ള അല്ലെങ്കിൽ ഈ പറഞ്ഞ പേറ്റന്റ് ഈ പുള്ളിക്കാരന്റെ ഡ്രോയിങ്സുകൾ അല്ലെങ്കിൽ ഈ പുള്ളിക്കാരന്റെ ക്യാൻവാസുകൾ ഒരു പർട്ടിക്കുലർ കമ്പനിക്ക് അല്ലെങ്കിൽ ഇവർക്ക് മാത്രം ഉപയോഗിക്കാനുള്ള അതോറിറ്റി മാത്രമേ ഉള്ളൂ. വേറെ ഒരു ആൾക്കാർക്കും അങ്ങനെ അത് പ്രത്യേകിച്ച് എടുക്കാനോ അങ്ങനെ അത് കോപ്പി റൈറ്റിംഗ് ഇഷ്യൂസ് ഒക്കെ ഉള്ള ഒരു തരം ഭയങ്കര സെക്യൂർ ആയിട്ടുള്ള ഒരു ആർട്ട് ഗാലറിയിലാണ് നമ്മൾ ഇന്ന് വന്നേക്കുന്നത്. അപ്പൊ നമുക്ക് അതിന്റെ കാഴ്ചകളിലേക്ക് പോകാം. ഇദ്ദേഹത്തിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഒത്തിരി പറയാനുണ്ട്. ഓവൻ ഓ കോർണർ എന്ന് പറയുന്ന അയർലൻഡിലെ ആർട്ടിസ്റ്റിനെ കുറിച്ച് നിങ്ങൾ ജസ്റ്റ് ഒന്ന് യൂട്യൂബ് ചെയ്താൽ അല്ലെങ്കിൽ ഗൂഗിൾ ചെയ്താൽ മതി. ഇദ്ദേഹം ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റാണ്. ഇദ്ദേഹത്തിന്റെ ഈ ആർട്ടുകള് USA, ജർമ്മനി, കാനഡ, സ്വിറ്റ്സർലൻഡ് അങ്ങനെയുള്ള ഒട്ടനവധി കൺട്രിയിൽ ലൈസൻസ്ഡ് ആയിട്ട് സെല് ചെയ്യുന്നതാണ്. ഈ ഒരു പ്രോഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണുമ്പോൾ നിസ്സാരം ചെറിയ പിക്ചറുകളായിട്ട് നമുക്ക് തോന്നുമെങ്കിൽ പോലും ഭയങ്കര വിലപിടിപ്പുള്ള ക്യാൻവാസുകളാണ് ഇദ്ദേഹം ചെയ്തു വെച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞത്. 56 ഇയേഴ്സ് ഓൾഡ് ആയിട്ടുള്ള ഒരു ഐറിഷ് മാൻ ആണ് ഓവൻ ഓ കോർണർ എന്ന് പറയുന്ന വ്യക്തി. അപ്പൊ നമുക്ക് അദ്ദേഹത്തിന്റെ ആർട്ട് അദ്ദേഹം ചെയ്തു വെച്ചിരിക്കുന്ന കാഴ്ചകളിലേക്ക് നമുക്ക് പോകാം. ഭയങ്കര അമേസിംഗ് ആണ്. നിങ്ങൾ ആരും മിസ് ചെയ്യാണ്ട് ഈ വീഡിയോ ഫുള്ളായിട്ട് കാണണം. നമുക്കപ്പോ അതിന്റെ കാഴ്ചയിലേക്ക് പോകാം. എന്നത്തെയും പോലെ തന്നെ ആൽഡി റോഡിലാണ് ഞാൻ ഇന്നും ഉള്ളത്. അപ്പൊ ആൽഡി റോഡില് നമ്മുടെ ചെറിയ റൗണ്ട് ബോട്ടിന്റെ തൊട്ടടുത്താണ് നമ്മുടെ ഈ ഷോപ്പ് നമ്പർ 4 ആയിട്ടുള്ള ഓവൻ ഓ കോർണർ എന്ന് പറയുന്ന ഈ ഷോപ്പ് ഉള്ളത്. ഈ ഷോപ്പിന്റെ ഫ്രണ്ടിൽ നിന്നിട്ടുള്ള ഒരു വ്യൂ കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഇൻസൈഡിൽ നിന്ന്. ഇതൊരു ആർട്ട് ഗാലറിയാണ് ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. അയർലൻഡിലെ ഒത്തിരി അധികം നല്ല നല്ല ക്യാൻവാസുകൾ നിറഞ്ഞ ഒരു ആർട്ട് ഗാലറിയാണ് നമ്മൾ ഇന്ന് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് ആ ആർട്ട് ഗാലറിയുടെ കാഴ്ചകളിലേക്ക് പോകാം. എങ്ങനെയാണ് ഈ ആർട്ട് ഗാലറി ഉള്ളത് നമുക്കത് തുറന്ന് കാണാം. ഇങ്ങനെ തുറക്കുമ്പോഴേ ഇവിടെ കുറേ ബോട്ടിൽ ആർട്ടുകൾ അങ്ങനെയുള്ള കുറേയധികം ക്യാൻവാസുകളാണ് ഇവിടെ വച്ചേക്കുന്നത്. ഇപ്പോൾ ഈ ഒരു ക്യാൻവാസുകളൊക്കെ നമുക്ക് ഇവിടെ ഇദ്ദേഹത്തിന്റെ ബോട്ടിൽ ആർട്ടാണിത്. അതേപോലെ തന്നെ ടീ മഗ്ഗുകൾ, കോഫി മഗ്ഗുകൾ, ഇതൊക്കെ ഇദ്ദേഹത്തിന്റെ ലൈസൻസ്ഡ് ആയിട്ടുള്ള ഒരു പെയിന്റിങ്ങുകളാണ്. ഈ ഒരു കപ്സ് ഉണ്ടാക്കുന്ന കമ്പനി ഇദ്ദേഹത്തിന് ലൈസൻസ്ഡ് ആയിട്ട് പേറ്റന്റ് എടുത്തേക്കുമാണ്. ഇവർക്ക് മാത്രമേ ഇദ്ദേഹത്തിന്റെ പെയിന്റിങ്ങുകൾ ഇങ്ങനെ ഗ്ലാസ്സിൽ പ്രിന്റ് ചെയ്തിട്ട് വിൽക്കാനായിട്ടുള്ള അതോറിറ്റി ഈ ലോകത്തുള്ളൂ. വേറെ ആർക്കും ഇദ്ദേഹം ഇത് കൊടുത്തിട്ടില്ല. അത്രക്ക് വാല്യുബിൾ ആയിട്ടുള്ള ഒരു മനുഷ്യന്റെ കലാസൃഷ്ടികളാണ് നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് കണ്ടോ, ഇതൊക്കെയാണ് അദ്ദേഹത്തിന്റെ കലാസൃഷ്ടികൾ. ഇതൊക്കെ കാണാനായിട്ട് നമുക്ക് വളരെ സിമ്പിളായിട്ട് തോന്നുന്നുണ്ടെങ്കിലും ഭയങ്കര വിലപിടിപ്പായിട്ടുള്ള ആർട്ടുകളാണ് ഇതൊക്കെ. ഇവിടുത്തുകാരൊക്കെ ഉപയോഗിക്കുന്ന ഓരോ പ്ലേറ്റുകളും കാര്യങ്ങളൊക്കെയാണ്. ഫ്രൂട്ട്സിന്റെ തട്ടുകളും കാര്യങ്ങളൊക്കെയാണ്. ഇതൊക്കെ വളരെ നല്ല ഭംഗിയാണ് ഇത് കാണാനായിട്ട്. ഇതാണ് ഇദ്ദേഹത്തിന്റെ പേര്, ഓവൻ ഓർ കോർണറിന്റെ ടിപ്പറലി ക്രിസ്റ്റൽസ്
ക്രിസ്റ്റൽസ് എന്നാണ്, ട്രിപ്രലി അങ്ങനെയാണിത്. ഇത് കറക്റ്റായിട്ട് പെട്ടെന്ന് വായിക്കാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. ആ ഒരു ടങ് ട്വിസ്റ്റിംഗ് നെയിമൊക്കെയാണ് ഇദ്ദേഹത്തിൻ്റെ. ഈ ഒരു ഓവർ കോർണറിൻ്റെ ടിപ്പററി ക്രിസ്റ്റൽസ് എന്ന് പറയുന്ന ഈ ഒരു ബ്രാൻഡിന് മാത്രമേ ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു പെയിൻറ്റിങ്ങുകൾ അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ക്യാൻവാസുകൾ പ്രിൻ്റ് അടിച്ച് വിൽക്കാനായിട്ടുള്ള ലൈസൻസ് ഉള്ളൂ. അങ്ങനെയാണ് നമ്മൾക്ക് ഇവിടുത്തെ സെയിൽസ് പേഴ്സൺ പറഞ്ഞു തന്നത്. ഇദ്ദേഹത്തിൻ്റെ വർക്കുകളാണ് ഈ കാണുന്നത്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ക്യാൻവാസ്. ഇതൊക്കെ എനിക്ക് നേരിട്ട് കാണാൻ പറ്റിയതിനകത്ത് ഞാൻ ഒത്തിരി ഭാഗ്യവാനാണ്. അതുപോലെ തന്നെ നിങ്ങളിത് കാണിക്കാൻ പറ്റുന്നതും നിങ്ങൾക്കിത് കാണാൻ പറ്റുന്നതൊക്കെ ഒത്തിരി ഭാഗ്യമാണ്. നല്ല നല്ല ഭംഗിയുള്ള നല്ല നല്ല ക്യാൻവാസുകളാണ് ഇവിടെ ഉള്ളത്. നമുക്കതിൻ്റെ ക്യാൻവാസിൻ്റെ ഓരോന്നിനായിട്ടും നമുക്ക് പോകാം. അതിൻ്റെ ഡെപ്തിലായിട്ട് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇതൊക്കെ ഓവൻ കോർണർ എന്ന് പറയുന്ന കലാകാരൻ ചെയ്തു തീർത്തേക്കുന്ന പിക്ചറുകളാണ്. ഇതൊക്കെ ക്യാൻവാസിൽ ചെയ്തു തീർക്കുന്നതാണ്. ഇതൊക്കെ ഹൈ ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ്. ഇതൊന്നും ഒരിക്കലും ഫെയ്ഡ് ആകുന്നതല്ല. ഒരു 250 വർഷം വരെ ഗ്യാരണ്ടി പറയുന്ന ക്യാൻവാസുകളാണിത്. രണ്ടാമത്തെ ക്യാൻവാസ് നിങ്ങൾ നോക്കിക്കേ, ഒത്തിരി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ക്യാൻവാസ് അല്ലേ. അപ്പോൾ ഇദ്ദേഹത്തിന് കവുകളോട് ഭയങ്കര ഇഷ്ടമാണെന്ന് എനിക്ക് തോന്നുന്നത്. കവുകളായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒത്തിരി ക്യാൻവാസുകൾ നമുക്കിവിടെ കാണാൻ പറ്റും. അതുപോലെ തന്നെ ഈ ഒരു ക്യാൻവാസ് നിങ്ങളൊന്ന് നോക്കിയേ. ഇതിൻ്റെയൊക്കെ ഒരു ക്ലാരിറ്റി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, അതിൻ്റെയൊക്കെ ക്ലാരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ക്ലാരിറ്റി ആയിട്ടുള്ള പിക്ചേഴ്സാണ് ഇതൊക്കെ. നിങ്ങൾക്ക് ഇങ്ങനെ കാണിച്ചു തരാൻ പറ്റുന്നതിനകത്ത് നമുക്ക് ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നിങ്ങളൊക്കെ ഇതൊക്കെ ആസ്വദിക്കുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കണ്ടോ, ഇതിൻ്റെയൊക്കെ ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു ക്യാൻവാസാണ്. ഇതൊരു 100 യൂറോ ആണ് ഇതിൻ്റെ വില വരുന്നതെന്ന് പറഞ്ഞാൽ. 100-200 റേഞ്ചിലൊക്കെയാണ്. ഇതിൻ്റെ ഇതിനകത്ത് പ്രൈസ് ടാഗത്ത് പറഞ്ഞാൽ തെറ്റിപ്പോയി കേട്ടോ. 1000 രൂപയാണ് ഇതിൻ്റെ വില. 1000 യൂറോ ആണ് ഇതിൻ്റെ വില. അതുപോലെ തന്നെ ഇത് 35 2 പീസ് 60-നാണ്. ചെറിയ മിനി സ്ട്രക്ചറുകളാണ്. ഇതിൻ്റെ ലൈറ്റിൻ്റെ ഒരു ബ്ലിങ്നെസ് കൊണ്ട് നിങ്ങൾക്കിത് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ എന്നാലും വളരെ ഭംഗിയാണ് ഇത് കാണാനായിട്ട്. ചെറിയ നമ്മുടെ ടേബിളിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി സന്തോഷം തരുന്ന രീതിയിലായിട്ടുള്ള പിക്ചറുകളൊക്കെയാണ് നമ്മൾ ഈ കാണുന്നത്. The measurements of that would be online as well, wouldn't it? Yeah, it's a standard large frame. Standard large frame. I'll have a check and just, I'll have a check and see. Great. ഇങ്ങോട്ടൊക്കെ പോകുന്തോറും വലിയ ക്യാൻവാസുകളാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. ഈ ക്യാൻവാസൊക്കെ കാണാനായിട്ട് അടുത്ത് നിന്ന് കാണാനായിട്ട് ഒത്തിരി ഭംഗിയാണ് ഇത് കാണാനായിട്ട്. നിങ്ങൾക്ക് ഈ ലൈറ്റ് ബ്ലിങ്ക് ചെയ്യുന്നത് കൊണ്ട് ഇത് പ്രോപ്പറായിട്ട് ഇതിൻ്റെ ആ ഒരു ഭംഗി ആസ്വദിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. എങ്കിൽ പോലും നിങ്ങളെ ഇത്രയും ഭംഗിയായിട്ട് കാണിക്കാൻ, അത്രമാത്രം ഭംഗിയായിട്ട് കാണിക്കാൻ പറ്റുന്നു. അത്രയും നല്ല രീതിയിൽ കാണിക്കാൻ ശ്രമിക്കുന്നുണ്ട് ഞാൻ. ഇതൊക്കെ അദ്ദേഹം കൈകൊണ്ട് വരച്ച പിക്ചറുകളാണ്. ഇതൊക്കെ പെയിൻറ്റിങ്സുകളാണ്. ഈ പെയിൻറ്റിങ്സൊക്കെ നിങ്ങൾ നോക്കിക്കുക. ഇതൊക്കെ ഓരോരോ പെയിൻറ്റിങ്സുകൾ തൊട്ട് പോകുന്തോറും ഇതിൻ്റെ അർത്ഥവത്തായിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെയൊക്കെ ഓരോരോ മീനിങ്ങുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. വാട്ടറും ഇത് അടുത്ത് നിന്ന് കാണുമ്പോൾ ജസ്റ്റ് പെയിൻറ്റുകൾ ഇങ്ങനെ തോണ്ടി പോയേക്കുന്ന പോലെ തോന്നുന്നുള്ളൂ. പക്ഷെ അതിലേക്ക് നോക്കുന്നതോറും ഇതിൻ്റെ വേവ്സും അതുപോലെ തന്നെ ഇങ്ങനെ വാട്ടർ ജമ്പിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇത് നമുക്ക് ഒത്തിരി ഭംഗിയുള്ളതാണ്. ഇത് നിങ്ങളൊന്ന് കണ്ടു നോക്കിയേ. ഒരു കാട്ടിൽ കൂടി അരുവി ഒഴുകി വരുന്നതാണിത്. അത് ഭയങ്കര ഭംഗിയാണ്. അതേപോലെ തന്നെ ഇത് നല്ല ഭംഗിയായിട്ടുള്ളതാണ്. ഇത് അദ്ദേഹത്തിൻ്റെ ഒരു കലാസൃഷ്ടിയാണ്. കലയെ സ്നേഹിക്കുന്നവർക്ക് ഇതിൻ്റെ ഒരു ഇത് മനസ്സിലാകും. അത്ര നല്ല ഒരു ആർട്ടാണിത്.
ഇതൊക്കെ ലൈസൻസ്ഡ് ആയിട്ടുള്ളതാണ്. ഇതൊക്കെ ഇദ്ദേഹത്തിന്റെ കോപ്പി റൈറ്റിംഗ് ഇഷ്യൂ അതുപോലെയുള്ള ലൈസൻസ് ഒക്കെ ഇല്ലാണ്ട് ഇതൊന്നും വേറെ എങ്ങും ഉപയോഗിക്കാൻ പറ്റത്തില്ല. ഇദ്ദേഹത്തിന് ഓവൻ ഓക്കോണർ എന്ന് പറയുന്ന ആ ഒരു കലാകാരനെ കുറിച്ച് അല്ലെങ്കിൽ ആ ഒരു ആർട്ടിസ്റ്റിനെ കുറിച്ച് നിങ്ങൾ യൂട്യൂബിൽ അല്ലെങ്കിൽ ഇന്റർനെറ്റിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാകും. കുറച്ചധികം കാര്യങ്ങൾ ഇവിടുത്തെ സെയിൽസ് മാനേജർ നമുക്ക് പറഞ്ഞു തന്നു കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ തന്നെ വണ്ടടിച്ചു പോയി. അതുകൊണ്ടാണ് ഞാൻ ഈ ഷോപ്പ് അല്ലെങ്കിൽ ഈ ഒരു ആർട്ട് ഗാലറി നമ്മൾ വീഡിയോ എടുത്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. ഇതൊക്കെ കാണാനായിട്ട് ഇതൊക്കെ ഒരു കോഴിയാണ്. പക്ഷെ എന്നെ കണ്ടോ അത് വരച്ചു വെച്ചേക്കുന്നതും അതിൻ്റെ ഒരു ബ്യൂട്ടിയും കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ടോ. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇദ്ദേഹത്തിന് നമ്മുടെ കൗസിനോട് ഭയങ്കര ഇഷ്ടമുള്ളൊരു വ്യക്തിയാണെന്ന് തോന്നുന്നത്. ഇദ്ദേഹത്തിൻ്റെ ഓരോ ക്യാൻവാസിനകത്തും കൗകളുടെ ഒരു അതിപ്രസരം നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ വെള്ളമൊഴുക്കുകൾ, സൂര്യപ്രകാശം, ഇതൊക്കെ നല്ല ഭംഗിയാണ്. വേറൊരു ചെറിയൊരു കാര്യം കാണിച്ചു തരാം നിങ്ങളെ. ഈ ഒരു ക്യാൻവാസ് നിങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടെന്ന് എനിക്കിവിടെ വന്നതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ക്യാൻവാസായത്. ഈ ഒരു ക്യാൻവാസിൻ്റെ വില ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഈ ഒരു ക്യാൻവാസിൻ്റെ വില ഞാനൊന്ന് കാണിച്ചു തരാം. ഇതിൻ്റെ വിലയാണ് 10,000 യൂറോ. ഏകദേശം ഒരു 9 ലക്ഷം രൂപ 8 ലക്ഷം രൂപ വില തന്നെ സാധനമായത്. എന്തൊരു കഥയാന്ന് പറയും. ഒരു ക്യാൻവാസിലൊരു സംഭവത്തിൻ്റെ വിലയെ, പക്ഷെ അതത്ര ഭംഗി കേട്ടോ അത് കാണാനായിട്ട്. എൻ്റെ പൊന്നെ, ഈ ഇദ്ദേഹത്താണ് ഓവൻ ഓക്കോണർ എന്നാണ് ഇദ്ദേഹത്തിൻ്റെ പേര്. സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടില്ല സംഭവം. ഇങ്ങനെ വരയ്ക്കും ആൾക്കാർ. ഇദ്ദേഹത്തിനെ കുറിച്ച് നിങ്ങൾ തീർച്ചയായിട്ടും ഇന്റർനെറ്റിൽ ചെക്ക് ചെയ്യണം കേട്ടോ. അത്രക്ക് ഫേമസ് ആയിട്ടുള്ള ഒരാളാണ് അയർലൻഡിലെ. സൂപ്പർ ക്യാൻവാസുകൾ എന്ന് പറഞ്ഞാൽ സൂപ്പർ ക്യാൻവാസ്. ഇവിടെ ഇങ്ങനെ വരാൻ പറ്റിയത് തന്നെ ഒരു ഭാഗ്യം. പില്ലോകൾ ഇതൊക്കെ കാണാനായിട്ട് ഒത്തിരി ഭംഗിയുണ്ട്.